ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരിയായിട്ട്. നിങ്ങളുടെ കുളിമുറിയിൽ വരെ ഇവൻ ക്യാമറ വെച്ചിട്ടുണ്ടാകും. ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി അധികമായിട്ട് എടുത്താൽ അത് വെച്ച് ഇവൻ കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യും. വേടല്ലേ എടി മോളെ, നീ ഏത് രീതിയിലുള്ള കുത്തിത്തിരിപ്പാന്നുള്ളത് നിന്നോട് സംസാരിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ല. അതിന് ഇവനേതാ റിവഞ്ച് എടുക്കാൻ മരപ്പെട്ടി പെട്ടി. ഇന്റെ വീഡിയോ കൊണ്ടുപോയി വെച്ച് റിയാക്ട് ചെയ്തിട്ട് ഞാൻ ഏതാ മരപ്പട്ടി എന്ന് ചോദിക്കുന്ന കൊടിച്ചിപ്പട്ടി, ഈ ഏതാ കൊടിച്ചിപ്പട്ടി? ഈ ഏതാ? ഈ നാറി ഉണ്ടല്ലോ ഇവള് നമ്മളെക്കാളും തറയടാ. ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഏത് പണിയാണോ ചെയ്യുന്നത് അതിന്റെ ഒരു പ്രോ പോളിഷ്ഡ് വേർഷൻ മാത്രമേ നിന്നെ പറയാനുള്ളൂ. ഇപ്പൊ പുതിയ സംഭവം അല്ലല്ലോ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയല്ലേ. വല്ല കമ്മീന്റെ തീട്ടവും വാരി കാലും നക്കി കണ്ടന്റ് ഉണ്ടാക്കി അതിന് 10 വ്യൂ ഉണ്ടാക്കി പോകുന്ന എ ക്ലാസ് കമ്മി കോമരം. അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റി അടികൾ? അപ്പൊ പിശാചേ, നിന്നോട് എനിക്ക് പറയാനുള്ള എന്തറിയോ, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ച തോന്നിയാസമാണ്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. പിന്നെ ഇവള് ചെയ്യുന്ന കണ്ടന്റ് എന്താ? ഇവള് പൊളിറ്റിക്സ് മാത്രമാണ് സംസാരിക്കാറ്. നാട്ടിൽ പോകുന്ന ഞാൻ എടുക്കുന്ന പോലത്തെ റോട്ട് കറങ്ങുന്ന ഏത് തീട്ടം എടുത്ത് കോരിക്കൊണ്ടെന്ന് കമ്പ്യൂട്ടറിന് മുന്നിൽ വെച്ച് കറങ്ങുന്ന കസാല കറങ്ങും ദേവദാസ്. കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എത്ര വ്യക്തിപരമാണെങ്കിലും ഈ മനുഷ്യമൃഗം അവരെ വിളിക്കും. നമുക്കത് ചാകര വ്യക്തിബന്ധം എന്ന് സ്ഥാപിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഒളുപ്പമില്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആയി വിളമ്പും. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് പറഞ്ഞ പോലെ. എന്നിട്ട് പറയുന്നു വീഡിയോ ചെയ്യൽ എന്റെ ജോലിയാണ്, എന്ത് വിവരം അറിഞ്ഞാലും ഞാനത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നു. ഒരു സുഖം, ഒരു മനസുഖം. ഈ മനുഷ്യമൃഗത്തെ കുറിച്ച് സംസാരിക്കാൻ തന്നെ ഒരു താല്പര്യവുമില്ല. പക്ഷെ ഇവന്റെ പുതിയ വീഡിയോ കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു പോകുന്നത്. എനിക്കും ശരിയാവില്ലെന്ന് മാത്രമല്ല പലതും വെളിയിലാകും. ദേവദാസി, നീയൊക്കെ ഏത് എ ക്ലാസ് കുത്തിത്തിരിപ്പാന്നുള്ളത് മലയാളികളായിട്ടുള്ള ജനങ്ങൾ നിന്റെയൊക്കെ വീഡിയോ വർഷങ്ങളായിട്ട് കാണുന്നവർക്ക് അറിയും. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലായില്ലേ? ഇനി അതിന് നീ എന്നെ ആഭാസനം കുത്തിത്തിരിപ്പനാക്കണ്ട. ഈ ഒരൊറ്റ ഒരുത്തി എത്ര കുത്തിത്തിരിപ്പാന്നുള്ളത് മലയാളികൾ പറഞ്ഞതാ പല വിഷയങ്ങളിലും. അതുകൊണ്ട് സ്വയം അങ്ങോട്ട് കുളിച്ച് നന്നാവാൻ സീക്രട്ട് ഏജന്റിനെ ഡിറ്റർജന്റ് ആക്കാൻ നിൽക്കേണ്ട സുനിത ദേവദാസി, നീ അതിലും മാറിയോളാം. നിന്റെ നാറ്റം മാറ്റാൻ സീക്രട്ട് ഏജന്റ് പറഞ്ഞ ഡിറ്റർജന്റ് നിനക്ക് പറ്റില്ല. നിനക്ക് അതിൽ കൂടുതൽ ഡിറ്റർജന്റ് ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോകാം. ഇന്നൊന്ന് കുളിച്ചു നോക്കുക, അപ്പൊ നിന്റെ നാറ്റം മാറും. മനസ്സിലായില്ലേ? നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. See you soon.